വീട്ടിൻ്റെ ബാക്കിലാണ് ഉള്ളത്. ഇവിടെ ഫുള്ള് കാടാണെങ്കിലും കുറേ സംഭവങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണിക്കാനാണ്. അപ്പം ഞാൻ നിൽക്കുന്ന തൊട്ട് ബാഗത്ത് തന്നെ ഒരു ചെടി, ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, മിറാക്കിൾ. അപ്പം മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട് ഇവിടെ, അതെനിക്ക് പറയാൻ അറിയില്ല ഇങ്ങനെ. അപ്പം ഞാൻ ഫ്രൂട്ട് കാണിച്ചു തരാം. എവിടെയോ ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പം കണ്ടായിരുന്നു ഗൈസ്. ഇതിപ്പോൾ കുറവാണ്, പണ്ടൊക്കെ ഞാൻ കുറേ ഉണ്ടായിരുന്നു, കഴിച്ച് തീർന്നു. ഇത് നമ്മളിപ്പോൾ എന്ത് തിന്നാലും, ഇത് തിന്നിട്ട് എന്ത് തിന്നാലും നമുക്ക് നല്ല മധുരമായിരിക്കും. ഇപ്പം നമ്മൾ ഇത് കഴിച്ച് കൈപ്പക്ക പറങ്കിയ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മധുരമായിരിക്കും. പക്ഷെ എനിക്കൊരിക്കൽ പണി പാളിന് ഒന്ന് കഴിച്ച് കാന്താരി അയച്ച് അതിൻ്റെ വെള്ളം വായിലെല്ലാം അയച്ച് എനിക്ക് നല്ല എരിവ് ഉണ്ടായിട്ട് ഞാനിത് തിന്നിട്ട് കാന്താരി ഒന്നും തിന്നിട്ടില്ല. സാധാരണ പച്ച മാങ്ങ പോലും ഞാൻ തിന്നിട്ടില്ല. പിന്നെന്ന് പറയുന്നത് തൊട്ട് ബാക്കിൽ തന്നെ റംബൂട്ടാൻ്റെ ഉണ്ട്, അതെല്ലാം തീർന്നു, കഴിച്ച് തീർന്നു. പിന്നെ ഇവിടെ ഗ്രീൻ ആപ്പിൾ ഉണ്ട്, അത് ഈ മാസം തൊട്ടാണ് ഇത് വളരാൻ തുടങ്ങിയത്. കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മേലെല്ലാം കുറേ കുഞ്ഞു കുഞ്ഞി, നിങ്ങൾക്ക് ഇവിടെ കുഞ്ഞു കുഞ്ഞി ഗ്രീൻ ആപ്പിൾ കാണാം. അതൊക്കെ ആയിട്ടുണ്ട്. ഇതൊരു മഞ്ഞ കളറാകുമ്പോൾ നല്ല പഴുത്ത് നല്ലപോലെ കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ് ഇത് കഴിച്ചിന്. പിന്നെ അവിടെ ഒരു ചക്കമരം ഉണ്ട്, അവിടെ പ്ലാവ് ഉണ്ട്, അത് വളർന്നില്ല കേട്ടോ. നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിലും ഉണ്ട്. ഇത് മാംഗോ അങ്ങനെ എന്തോ സംഭവമാണ്, മാംഗോ സീനാണിത്, അതൊന്നും വളർന്നില്ല. പണ്ട് മുകളിലുണ്ട്, മുകളിൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് ബിന്ദിക്ക അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. ഇത് നെല്ലിക്കയാണ്. അപ്പോൾ ഇതിൻ്റെ പണ്ട് കുറേ ഇല ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ പറിച്ച് തിന്നായിരുന്നു. പക്ഷെ ഒരിക്കലും നമുക്കിവിടെ നെല്ലിക്ക ഉണ്ടായിട്ടില്ല, വെറുതെ നട്ടുണ്ടായി. പിന്നെ അവിടെ നല്ല കനലുള്ള കാട്ടിലായിട്ട് ആർക്കും നിൽക്കാനാവില്ല. അപ്പം ഇവിടെ ബിന്ദിക്ക കുറേ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കുഞ്ഞു കുഞ്ഞ് കാണാം, ബിന്ദിക്ക ഇവിടെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നല്ല തണലാണ് ഇവിടെ, ബിന്ദിക്ക അവിടെ കുറേ ഉണ്ടാവുന്നുണ്ട്. ഇതാണ് സാധനം, നല്ല പുളിയിലെ സാധനമാണ്. പിന്നെ ഇവിടെ മറ്റേ ഫ്രാഷൻ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ, അത് അങ്ങാണ്. അങ്ങ് എനിക്ക് കയ്യിലെല്ലാം നല്ല കാടാണ്. പിന്നെ കുറച്ച് തെങ്ങ് അങ്ങനത്തെ എല്ലാം ഇങ്ങനത്തെ തെങ്ങാണ്. പിന്നെ സൈഡിലായിട്ടില്ല. പിന്നെ കപ്പേൻ്റെ കുറേ ഉണ്ട് കേട്ടോ. കപ്പേൻ്റെ എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനമാണ്. ഉള്ളത് നമ്മുടെ പപ്പായ ആണ്. അതിപ്പം വീട്ടിൻ്റെ ഫ്രണ്ടിൽ എല്ലായിടത്തും ഉണ്ട് പപ്പായ ഉണ്ട്. പിന്നെ ആത്തച്ചക്കയാണിത്. അറിയാത്തൊരു സംഭവമുണ്ട്, എന്ന് വെച്ചാൽ എല്ലാ തൈക്കും വെള്ളം കിട്ടും. നമുക്ക് സാധാരണ നമ്മൾ വെള്ളം അടിക്കുകയാണ് ചെടികൾക്ക് ചെയ്യുക. പക്ഷേ ഇവിടെ വലിയൊരു പൈപ്പിൽ ഒരു തോട്ടിയാക്കി നിങ്ങൾക്ക് ഇതിലോട്ട് വെള്ളം പോകുന്നതാണ് കണ്ടോ. ഇവിടെ നിറഞ്ഞിട്ടുണ്ടോ, അവിടെ വെള്ളം പോയിട്ട് ആ തെങ്ങിന് വെള്ളം കിട്ടും. അങ്ങനെ എല്ലാ സ്ഥലത്തുമായിട്ട് പൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം ആദ്യം നമ്മൾ ചെയ്യാൻ അങ്ങനത്തെ ചട്ടിയിൽ വെള്ളം നിറച്ചിട്ട്, പിന്നെ അച്ഛൻ ഇത് വാങ്ങിയതിന് ശേഷം ഇതെല്ലാം വെച്ച് കൈൻ്റെ അടുത്ത് വെച്ചിട്ട് അതിൽ ഒരു ഹോളാക്കിയിട്ട് അതിലിങ്ങനെ വെള്ളം പോകുന്ന രീതിയിലാണ് ആക്കാറ്. ഇത് ഇങ്ങനെ പൈപ്പ് തിരിച്ച് വെച്ചാൽ മതി. ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും മുകളിലാണ് പൈപ്പ്. നമ്മൾ പൈപ്പ് കൊണ്ട് അടിക്കലാണ് ചെയ്യാറ്. പക്ഷേ അതിൻ്റെ അകത്ത് പൈപ്പ് വെച്ചിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ, അവിടെ പൈപ്പ് കാണുന്നുണ്ട്, പൈപ്പ് വെച്ചിനെന്ന് തോന്നുന്നു. പക്ഷേ ചിലയിടത്ത് ഇങ്ങനെ വെള്ളമാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ വെള്ളമാക്കിയിട്ട് അവിടെ കൊള്ളി വെച്ച് ചെറിയ ഡ്രോപ്പ് ആയിട്ട് പോകുന്നുള്ളൂ. അപ്പം ഇത്രയാണ് മേലെ സംഭവങ്ങളുള്ളൂ. ഇവിടെ ഒരു ഗ്രീൻ ആപ്പിൾ ഉണ്ട്, അത് ഞാൻ പറിക്കാൻ പോവാണ്. ഇത് അതിൽ പഴുത്തിട്ടൊന്നുമില്ല, ഞാൻ കഴിച്ചു നോക്കട്ടെ. ആപ്പിളിന് ചോയ് വന്ന് തുടങ്ങിയിട്ടില്ല, പക്ഷെ ചെറിയ ഉണ്ട്, ചെറിയ ചവർപ്പും ഉണ്ട്. അങ്ങനെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാ വീട്ടിലുള്ള ഒരു സാധനം ഇതുണ്ട്, വാഴ. എല്ലാം ചുറ്റും വാഴേൻ്റെയാണ്, എല്ലായിടത്തും വാഴയുണ്ട്. നമുക്കതൊന്നും ഇഷ്ടമല്ലാത്ത ഒരു സാധനമാണത്. ഇവിടെ ആത്തച്ചക്കയുണ്ട്. ഇവിടെയാണ് മോളത്തേനെക്കാട്ടും അധികമുള്ളത് കേട്ടോ. ഇവിടെ കുറേ അവിടെ കാണാം. ഇവിടെ അടുത്തായിട്ട് പേരക്കയുണ്ട്. ഇത് വേറെ എവിടെയും കൂടി ഉണ്ട്, അത് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇവിടെ
മൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഉറുമ്പ് ഉണ്ടാകുന്നത് ഉറുമ്പ് കൊണ്ട് കിട്ടിയ സാധനമൊക്കെ ഉണ്ട്. ഇവിടെ മൂന്നെണ്ണം ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ? ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.